ഹായ് ഹലോ, ഇന്നത്തെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു ചെറിയൊരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ പുഴയുടെ അടുത്താണ്. ഹായ് ഡിയേഴ്സ്, അപ്പം ഞാനിന്ന് ഈ കൊഞ്ചിരുന്ന് റോസ്റ്റ് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഐറ്റം എന്ന് പറയുന്നത് ഇവനാണ് കേട്ടോ. ഇവനെ നമ്മൾ ഈ പുഴയിൽ തന്നെയാണ് പിടിച്ചത്. പിന്നെ നല്ല വലിയ കൊഞ്ചൊന്നുമല്ല, എന്നാൽ അത്യാവശ്യം വലിപ്പമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ കാലിനൊക്കെ നല്ല നീളുണ്ടായിരുന്നു കേട്ടോ. കാലം കൊഞ്ചായിരുന്നു. ഇനി നമുക്ക് ഇതിൻ്റെ കാലും അതുപോലെ തന്നെ തോടൊക്കെ ഒന്ന് പൊളിച്ചെടുക്കണം കേട്ടോ ഫ്രൈ ചെയ്യാനായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നല്ല നീളത്തിലുള്ളൊരു വാഴല വെട്ടിയിട്ട് അതിൽ കൊഞ്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനിത് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കൊഞ്ചിന് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മളിത് കുക്ക് ചെയ്യാൻ പോണത് നമ്മുടെ പുഴയുടെ അവിടെയാണ് കേട്ടോ. അപ്പോൾ ഞാനിതിന് മുൻപ് നമ്മുടെ ചാനലിൽ ഈ കല്ലുമ്മക്കായ ഫ്രൈ ചെയ്യുന്നൊരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. പുഴയുടെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ എന്തായാലും ആ വീഡിയോ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ പുഴയുടെ സൈഡിൽ വന്നിട്ടുണ്ട്, എല്ലാതും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ഈവനിങ് ഒരു 4 മണി 5 മണി ആ ഒരു ടൈം ആയതുകൊണ്ട് തന്നെ ആകാശമൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ വഞ്ചിയുടെ അവിടെ കുറേ ചെടികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ നല്ല ഭംഗിയുള്ള പൂക്കളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ആ പൂവൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ സൈഡിൽ തന്നെ ഇരുന്നിട്ട് ആ കൊഞ്ചിനൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ, ആദ്യമായിട്ടൊന്നല്ല എന്നാലും വീഡിയോ ഒക്കെ എടുത്തിട്ട് ആദ്യമായിട്ടാണ് ചെയ്യാൻ പോണത്. അപ്പോൾ എനിക്കത് കറക്റ്റ് അതിനെ വെട്ടാനും മുറിക്കാനൊന്നും അറിയില്ല. അപ്പോൾ ഞാൻ എൻ്റേതായ രീതിയിൽ എനിക്കറിയുന്ന പോലെയാണ് കേട്ടോ അത് വെട്ടി മുറിച്ച് എല്ലാതും സെറ്റ് ചെയ്യാൻ പോണത്. ഞങ്ങൾ ഈ പുഴയുടെ അവിടെ ഇരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഉഷ്ണം എടുക്കണ ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ ചൂടെടുക്കണ ബുദ്ധിമുട്ടോ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പുഴയുടെ അവിടെ സൈഡിൽ നല്ല തണുത്ത കാറ്റൊക്കെ വീശുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു കുഴപ്പമില്ലാണ്ട് നമുക്കവിടെ ഇരിക്കാനും പറ്റിയിട്ടാണ്. പിന്നെ ഞാൻ ഈ കൊഞ്ച്, ഞണ്ട്, കല്ലുമ്മക്കായ, ചെമ്മീൻ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എൻ്റെ ചെറുപ്പം മുതൽ തന്നെ എൻ്റെ അച്ഛനൊക്കെ ഇങ്ങനെ പുഴയിൽ നിന്ന് പിടിച്ച് കൊണ്ടുവരുന്നതൊക്കെ ഞാൻ ലൈവായിട്ട് പുഴയുടെ അവിടെ നിന്നിട്ട് കണ്ടിട്ടുള്ളതാണ് കേട്ടോ. എൻ്റെ അച്ഛനും അതുപോലെ എൻ്റെ വലിയച്ഛന്മാരൊക്കെ ഈ പുഴയിൽ പണ്ട് എൻ്റെ ഒക്കെ ചെറുപ്പത്തിൽ കൊഞ്ചിനെ മാത്രം പിടിക്കാനായിട്ട് ഒരു തുരുമ്പ് പോലെ ഒരു സംഭവം നമ്മൾ പുഴയിൽ ഉണ്ടാക്കാറുണ്ട്. പക്ഷെ അത് ഇപ്പോൾ ഒന്നും ആരും ചെയ്യാൻ പാടില്ല. അതൊക്കെ ഇപ്പോൾ ഒരു കുറ്റം പോലെയാണ് കേട്ടോ. ഇപ്പോൾ നമ്മുടെ ഈ പുഴയിലൊന്നും അതൊന്നും കാണാനൊന്നും പറ്റില്ല. പക്ഷെ എൻ്റെ ഒക്കെ ചെറുപ്പത്തിൽ നമ്മുടെ എവിടെയിലൊക്കെ ഒരു കടവിൽ ചെന്ന് നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് തുരുമ്പുകളൊക്കെ കാണാൻ പറ്റിയിരുന്നു കേട്ടോ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ മരത്തിൻ്റെ ഒക്കെ കഷ്ണങ്ങൾ ഉണ്ടാവുമല്ലോ, ഈ മരത്തിൻ്റെ ചില്ലകളൊക്കെ, അതൊക്കെ നമ്മൾ പുഴയിൽ ഒരു സർക്കിൾ പോലെ ചേറിലിങ്ങനെ താഴ്ത്തിയിട്ട് ഒരു സർക്കിൾ പോലെ ഇങ്ങനെ ഉണ്ടാക്കി വെക്കും. എന്നിട്ട് ആ ഒരു വട്ടത്തിൻ്റെ ഉള്ളിൽ നമ്മൾ ഈ മരത്തിൻ്റെ കൊമ്പുകൾ അതുപോലെ കുറേ സാധനങ്ങളൊക്കെ അതിൽ കൊണ്ടിടും, ആ ഒരു തുരുമ്പിൻ്റെ ഉള്ളിൽ. എന്നിട്ട് അതിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് കൊഞ്ചിനുള്ള തീറ്റൊക്കെ ആയിട്ട് നമ്മൾ ഈ വേടിക്കണ കപ്പയൊക്കെ ഉണ്ടാവുമല്ലോ, കൊള്ളി, അതൊക്കെ കൊണ്ട് ചെറിയ പീസുകളാക്കിയിട്ട് അതിൽ കൊണ്ടിടും. അപ്പോൾ ഈ കൊഞ്ചുകളൊക്കെ അത് തിന്നാനൊക്കെ ആയിട്ട് ആ തുരുമ്പിൻ്റെ ഉള്ളിൽ വരും. പിന്നെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ ആ തുരുമ്പിൻ്റെ ഉള്ളിൽ നമ്മൾ ഈ മരത്തിൻ്റെ പീസുകളൊക്കെ കൊണ്ടിട്ടിട്ടുള്ളത് കൊണ്ട് തന്നെ ഈ കൊഞ്ചെന്ന് പറയുന്ന സംഭവം കൊഞ്ച് അതിനൊരു കൂട് പോലെ ആക്കിയെടുക്കും കേട്ടോ. അപ്പോൾ നമ്മളത് ഇടയ്ക്കിടയ്ക്ക് ഈ ഫുഡ് കൊടുക്കുന്ന പരിപാടി ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ചെയ്യുന്നതോട് കൂടിയിട്ട് അവിടെ കുറേ കൊഞ്ചുകൾ ഇങ്ങനെ സ്ഥിരമായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അങ്ങനെ ഏതെങ്കിലും ഒരു ദിവസം നമ്മൾ എല്ലാവരും ഉള്ളൊരു ടൈം നോക്കിയിട്ട് പിന്നെ പുഴയുടെ ഒഴുക്കും കാര്യങ്ങളും വെള്ളമൊക്കെ നോക്കിയിട്ട് നമ്മൾ അതിലിറങ്ങും ആൾക്കാർ തുരുമ്പ് പിടിക്കാൻ. തുരുമ്പിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഇറങ്ങും. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്നിട്ട് വെള്ളത്തിൽ നമ്മൾ കൈ കൊണ്ടൊക്കെ മുങ്ങിപ്പോയിട്ടോ അല്ലെങ്കിൽ കൈകൾ കൊണ്ടൊക്കെ തപ്പിയിട്ട് കൊഞ്ചിനൊക്കെ പിടിക്കും. നമ്മളത് ഒരു ബക്കറ്റ് ഉണ്ടാവും. എന്നിട്ട് ആ ബക്കറ്റിലാണ് കേട്ടോ കിട്ടണ കൊഞ്ചുകൾ അതുപോലെ കുഞ്ഞു ഞണ്ടുകളൊക്കെ കിട്ടുകയാണെങ്കിൽ ബക്കറ്റിലേക്ക് എടുത്ത് മാറ്റും. അപ്പം അങ്ങനെ കുറേ കാലം കൊഞ്ചുകളൊക്കെ ഞാൻ കുറേ അച്ഛനൊക്കെ പിടിച്ചിട്ട് കണ്ടിട്ടുണ്ട് കേട്ടോ ചെറുപ്പത്തിൽ. അന്നൊക്കെ നമുക്കത് കാണുമ്പോൾ ഒന്നും വിലയുണ്ടായിരുന്നില്ല, അന്ന് പിന്നെ ചെറുതാണല്ലോ. പക്ഷേ ഇപ്പം നമുക്ക് അങ്ങനെയുള്ള വലിയ കൊഞ്ചിനൊന്നും കാണാറില്ല. പിന്നെ മെയിനായിട്ട് ഇതിൻ്റെ തുരുമ്പ് ഇടാനൊന്നും ഇപ്പോൾ പാടില്ല കേട്ടോ പുഴയിൽ. എനിക്ക് ഈ കൊഞ്ചിനേക്കാളും റോസ്റ്റ് ചെയ്തിട്ടൊക്കെ കഴിക്കാനായിട്ട് ഏറ്റവും ഇഷ്ടം എന്ന് പറയുന്നത് നമ്മുടെ ചെമ്മീനാണ് കേട്ടോ. അതിൻ്റെ മാംസം എന്നൊക്കെ പറയുമ്പോൾ നല്ല രീതിയിൽ സോഫ്റ്റൊക്കെ ആണല്ലോ, അപ്പോൾ അത് കഴിക്കാനൊക്കെ ആയിട്ട് പ്രത്യേക ഇഷ്ടമാണ്. എന്നാലും കൊഞ്ചൊക്കെ ഞാൻ കഴിക്കാറൊക്കെ ഉണ്ട് കേട്ടോ, അതും നല്ല ഇഷ്ടമുള്ളൊരു ഫുഡ് തന്നെയാണ്. അപ്പോൾ നമ്മളതിൻ്റെ തോടും അതുപോലെ തന്നെ കാലം കൊഞ്ചിൻ്റെ വലിയ കാലൊക്കെ നമ്മൾ വെട്ടി മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്, എനിക്കധികം പരിചയമൊന്നുമില്ല ഇങ്ങനെ ചെയ്തിട്ട്. പിന്നെ നമ്മൾ ഈ കത്രികയൊക്കെ ഉള്ള കാരണം അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേഗം ചെയ്യുന്നതാണ് കേട്ടോ. നമ്മുടെ മാടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മാടിനെ പറ്റിയിട്ടുള്ളൊരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ ചാനലിൽ കയറിയിട്ട് ആ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടിട്ട് നമ്മുടെ ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അങ്ങനെ നമ്മൾ നമ്മുടെ കൊഞ്ചിൻ്റെ കാലുകളും അതുപോലെ തന്നെ തോട് കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ലാസ്റ്റായിട്ട് നമുക്ക് അതിൻ്റെ തലഭാഗത്തുള്ള ഒരു ഭാഗം കൂടി നമുക്ക് ക്ലീൻ ചെയ്യാനുള്ളൂ. ഇപ്പം ഞാൻ ആ കൊഞ്ചിൻ്റെ തലയുടെ ഉള്ളിൽ നിന്ന് എടുത്തത് അതിൻ്റെ തലച്ചോറാണ് കേട്ടോ. അപ്പോൾ ഇത് കളയേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ റോസ്റ്റ് ചെയ്യണതിൻ്റെ കൂട്ടത്തിൽ അതും കൂടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ വെച്ചാൽ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ.
അപ്പോൾ അത് ചിലർ കഴിക്കണവരുണ്ട്, ചിലർ ഇത് കഴിക്കാണ്ട് എടുത്ത് കളയണവരുണ്ട് കേട്ടോ. അപ്പം ഞാനത് കളഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, ഞാനത് സൈഡിലേക്ക് എടുത്ത് മാറ്റി വയ്ക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മുടെ കൊഞ്ചിൻ്റെ കാലും അതുപോലെ തന്നെ തോടും കാര്യങ്ങളൊക്കെ വെട്ടി മാറ്റി ഒന്ന് സെറ്റ് ചെയ്ത് വന്നപ്പോഴേക്കും ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ കൊഞ്ചിൻ്റെ മാംസം എന്ന് പറയുന്നത്. നമ്മൾ ആദ്യം കാണുമ്പോൾ വിചാരിക്കും ഇതിൽ ഒരുപാട് കഴിക്കാനൊക്കെ ഉണ്ടാവുമെന്ന്, പക്ഷെ അതൊക്കെ ഒന്ന് മാറ്റി ഒന്ന് സെറ്റ് ചെയ്ത് വരുമ്പോൾ ആകെ കുറച്ചേ ഉണ്ടാവാറുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളത് കഴുകി വൃത്തിയാക്കിയിട്ട് നല്ലൊരു ഇലയിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കത് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിൻ്റെ ഉപ്പും മുളക് പൊടിയും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി അങ്ങനെയുള്ള മസാലകളൊക്കെ തേച്ചിട്ട് വെളിച്ചെണ്ണയൊക്കെ തേച്ചിട്ട് ഞാൻ നല്ലൊരു മസാല ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിലിനി നമ്മൾ ആക്കി വെച്ചിട്ടുള്ള കൊഞ്ചൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഞാൻ ആദ്യം എൻ്റെ കയ്യിൽ കൊഞ്ച് കിട്ടിയപ്പോൾ തന്നെ നമ്മുടെ ഫോണിൽ വീഡിയോയിലൊക്കെ കാണുന്ന പോലെ സ്റ്റിക്കുമ്പോൾ കോർത്തിട്ട് ഫ്രൈ ചെയ്യുന്ന വീഡിയോ ഒക്കെ ഉണ്ടല്ലോ, അതേപോലെ എന്തെങ്കിലും ചെയ്യാമെന്നാണ് കേട്ടോ ഞാൻ ആദ്യം കരുതിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ പിന്നെ എനിക്ക് തോന്നി നമ്മുടെ കയ്യിൽ ആകെ ഒരു കൊഞ്ച് മാത്രമല്ലേ ഉള്ളൂ, അപ്പം നമുക്ക് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഭംഗി ഉണ്ടാവില്ല, അതുകൊണ്ട് ടേസ്റ്റ് ഉണ്ടാവില്ല എന്ന് തോന്നി. അപ്പം നമ്മുടെ കയ്യിൽ എപ്പോഴെങ്കിലും അതുപോലെ 2-3 കൊഞ്ചൊക്കെ കിട്ടുകയാണെങ്കിലോ അല്ലെങ്കിൽ കുറച്ച് വലുപ്പമുള്ള ചെമ്മീനൊക്കെ കിട്ടുകയാണെങ്കിൽ നമുക്ക് അങ്ങനത്തെ ഒരു വീഡിയോ കൂടി എടുത്ത് നോക്കാം കേട്ടോ. അങ്ങനെ ഇപ്പം നമ്മൾ രണ്ടാമതും മസാല തേച്ച് സെറ്റ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ കൊഞ്ചിൻ്റെ സൈഡിലൊക്കെയുള്ള ഭാഗങ്ങളാണ് കേട്ടോ. അപ്പോൾ ചിലവരത് കളയാറുണ്ട്, പക്ഷെ അത് കളയണ്ട, അത് ഫ്രൈ ചെയ്ത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇത്രയും നേരം സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കൊഞ്ച് നമ്മൾ ഒരു പാത്രത്തിൽ വെളിച്ചെണ്ണ ഒക്കെ വെച്ചിട്ട് ഫ്രൈ ചെയ്യാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇനി ഒരുപാട് നേരത്തെ ഒരു കാത്തിരിപ്പാണ് ഇതൊന്ന് ശരിയായിട്ടൊന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനത് ഓരോന്നോരോന്നൊക്കെ ആയിട്ട് നമ്മൾ വെളിച്ചെണ്ണയിൽ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റായി വരണ വരെ നമുക്ക് കുറച്ച് നേരമൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. പുഴയുടെ അവിടെ ആയതുകൊണ്ട് തന്നെ നമുക്ക് അധികം ചൂടും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ, നല്ല തണുത്ത കാറ്റൊക്കെ വീശുന്നുണ്ടായിരുന്നു. എന്നാൽ നമ്മൾ അടുപ്പ് കല്ലൊക്കെ കൂട്ടിയിട്ട് അങ്ങനെയാണ് കേട്ടോ ഫ്രൈ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കാറ്റൊക്കെ വീശുമ്പോൾ ചെറിയ രീതിയിൽ തീയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പാളി പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ചെറിയ രീതിയിൽ ചൂടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എന്നാലും നമ്മളതിൽ നിന്ന് പിന്മാറാനൊന്നും നിന്നില്ല, നമ്മളത് സെറ്റ് ചെയ്തിട്ടേ അടങ്ങൂ എന്നുള്ള രീതിയിലായിരുന്നു കേട്ടോ. അപ്പോൾ എന്നാലും ലാസ്റ്റ് നമുക്ക് ഞാൻ തന്നെ ഉണ്ടാക്കിയ ഫുഡ് എനിക്ക് കഴിക്കാമല്ലോ എന്നുള്ളതിൽ ഞാൻ അങ്ങനെ തന്നെ ഇരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ഒരുപാട് നേരം തീയൊക്കെ കത്തിച്ച് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഏകദേശമൊക്കെ ഒന്ന് റെഡി ആയി വന്നിട്ടുണ്ട്. ശരിക്കും അങ്ങോട്ട് പാകമൊന്നും ആയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇനിയും അതൊന്ന് സെറ്റ് ആവാനായിട്ടുണ്ട്. അപ്പോൾ നമുക്കതുവരെ നമുക്ക് പുഴയിൽ കാഴ്ചകളൊക്കെ കണ്ട് പാട്ടൊക്കെ പാടി അങ്ങനെ ഇരിക്കുകയാണ് ഞങ്ങൾ. അപ്പോൾ നമ്മുടെ കൊഞ്ച് ഫ്രൈ കുറച്ച് നേരം കൂടി ഇരുന്നിട്ട് ഒന്ന് നല്ല ബ്രൗൺ കളർ ആവണവരൊന്ന് ഫ്രൈ ആവട്ടെ. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് വേറൊരു പണി കൂടി ഉണ്ട്. ഇത് നമ്മുടെ കാലം കൊഞ്ചിൻ്റെ നല്ല വലിയ കാലുകളാണ് കേട്ടോ. അപ്പോൾ ചിലർ ഇതൊക്കെ കളയാണ് ചെയ്യാറ്, പക്ഷെ അത് ജസ്റ്റ് ഒന്ന് തല്ലി പൊട്ടിച്ചൊന്ന് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ആ കാലിൻ്റെ അതേ ലെങ്ത്തിലുള്ള നല്ല മാംസം ഉണ്ടാവാറുണ്ട് കേട്ടോ. അപ്പോൾ അതും നമുക്ക് മസാല ഒക്കെ തേച്ചിട്ട് ചിലർ വറുത്തൊക്കെ കഴിക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം നമ്മളും അത് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ കൊഞ്ച് ഫ്രൈ ഇവിടെ നമ്മുടെ ഒരുപാട് നേരത്തെ കാത്തിരിപ്പിനൊടുവിൽ നല്ല ബ്രൗൺ കളറായിട്ട് നല്ല പാകമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ അതിലേക്ക് കുറച്ച് സബോളൊക്കെ മൂപ്പിച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഈ സബോള നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ മൂപ്പിച്ച് കൊണ്ടുവന്നതാണ് കേട്ടോ. പുഴയുടെ അവിടെ ആക്കി കഴിഞ്ഞാൽ ഒരുപാട് ലേറ്റ് ആവും. അങ്ങനെ നമ്മുടെ കൊഞ്ച് ഫ്രൈ ഞാൻ നല്ല ഭംഗിയുള്ളൊരു വാഴയിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഇപ്പം തന്നെ പോയി മുറിച്ചൊരു വാഴയിലായിരുന്നു. അങ്ങനെ ഞാനത് ടേസ്റ്റ് ചെയ്ത് നോക്കി, നല്ല വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, എന്നാലും നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ലാസ്റ്റായിട്ട് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്ന സബോള ഉണ്ടല്ലോ, അത് ചെറുതായിട്ടൊന്ന് കരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു, പക്ഷെ എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഉണ്ടാക്കിയതാണല്ലോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊക്കെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ താങ്ക് യു.